ഞാൻ ഗാനിം അൽ മുഹ്താഫ്. കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം അഥവാ CDS എന്ന അപൂർവ രോഗം ബാധിച്ച് അരയ്ക്ക് താഴെ വളർച്ച മുരടിച്ചവനാണ് ഞാൻ. നട്ടെല്ലിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന രോഗമാണിത്. എന്നാൽ ഇതിലൊന്നും എൻ്റെ മാതാപിതാക്കൾ തളർന്നിരുന്നില്ല. എൻ്റെ പേര് തന്നെ അതിനുള്ള തെളിവാണ്. പോർക്കളങ്ങളിലെ വിജയി എന്ന അർത്ഥം വരുന്ന ഗാനിം എന്ന പേരാണ് അവർ എനിക്കായി തിരഞ്ഞെടുത്തത്. നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ സ്വപ്നമെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ല. ഖത്തർ ലോകകപ്പ് ബ്രാൻഡ് അംബാസഡറായി ഗാനിമിനെ പരിചയപ്പെടുത്തി ഫിഫ ട്വീറ്റ് ചെയ്ത വീഡിയോയിലെ വാക്കുകളാണിത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ളതും ഗാനിം തന്നെയാണ്. എല്ലാവർക്കും പ്രചോദനമേകുന്ന ഈ വാക്കുകൾ വെറുതെയല്ലെന്ന് ലോകകപ്പിലെ ഉദ്ഘാടന ചടങ്ങിൽ ഗാനിം തെളിയിച്ചു. അൽ ബൈത്ത് സ്റ്റേഡിയത്തിലെ ചടങ്ങിന് ഖുർആൻ പാരായണത്തോടെ തുടക്കമിട്ടത് ഗാനിമായിരുന്നു. ഇതിന് പിന്നാലെ ഹോളിവുഡ് നടൻ മോർഗൻ ഫ്രീമാനൊപ്പമുള്ള ഗാനിമിന്റെ ചിത്രവും ലോകം ഏറ്റെടുത്തു. ചടങ്ങിനിടെ തന്റെ താരപരിവേഷങ്ങളെല്ലാം അഴിച്ചുവെച്ച് മോർഗൻ ഫ്രീമാൻ നിലത്തിരുന്ന് ഗാനിമിനോട് സംസാരിക്കുന്നതാണ് ഈ ചിത്രം. 2002 മെയ് 5 ഗാനിം ജനിച്ചത്. ഗർഭാവസ്ഥയിൽ തന്നെ അവന്റെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഭിന്നശേഷിയുള്ള കുഞ്ഞ് പിറന്നാൽ അത് ജീവിതകാലം മുഴുവൻ സങ്കടം നൽകുമെന്ന് പറഞ്ഞ് ഗർഭഛിദ്രം നടത്താൻ പലരും ഗാനിമിന്റെ മാതാപിതാക്കളെ ഉപദേശിച്ചു. എന്നാൽ അവർ അത് കേട്ടില്ല. ഗാനിമിന്റെ കാലുകളായി അവർ കൂടെ നിന്നു. ഇതോടെ ഗർഭാവസ്ഥയിൽ തന്നെ ആദ്യ പോരാട്ടം വിജയിച്ച് ഗാനിം ഭൂമിയിലേക്ക് പിറന്നു വീണു. നട്ടെല്ല്, കൈകാലുകൾ, മൂത്രസഞ്ചി, കുടൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ശരീരത്തിന്റെ താഴത്തെ പകുതിയുടെ വികാസത്തെ ഇല്ലാതാക്കുന്ന അപൂർവ രോഗമാണ് കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം. മുഫ്താഹിന് അധികകാലം ജീവിക്കാനാകുമെന്ന് ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെയും അവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കും ഭിന്നശേഷിക്കാർക്കും മാതൃക കൂടിയാണ് മുഫ്താഹ്. എല്ലാ വർഷവും യൂറോപ്പിൽ മുഫ്താഹ് വിദഗ്ധ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാറുണ്ട്. ഭാവിയിൽ ഒരു പാരാലിമ്പ്യനാകണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. നീന്തൽ, സ്കൂബ ഡൈവിംഗ്, ഫുട്ബോൾ, ഹൈക്കിംഗ്, സ്കേറ്റ് ബോർഡിംഗ് എന്നിവയെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട കായിക വിനോദങ്ങൾ. സ്കൂളിൽ വെച്ച് തന്നെ മുഫ്താഹ് കൈകളിൽ ഷൂസ് ധരിച്ച് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. പൊക്കമുള്ള മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താൻ ഫുട്ബോൾ കളിച്ചിരുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ജബൽ ഷംസ് കീഴടക്കിയിട്ടുള്ള മുഫ്താഹിന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്നും ആഗ്രഹമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള മുഫ്താഹിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഖത്തറിന്റെ ഭാവി പ്രധാനമന്ത്രിയാവുക എന്നതാണ്. അതിലേക്കുള്ള ചുവടുവയ്പായി പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനും ആഗ്രഹമുണ്ട്. തന്റെ കുടുംബത്തിന്റെ സഹായത്തോടെ ഗാനിം അസോസിയേഷൻ എന്ന സംഘടനയും മുഫ്താഹ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് വീൽചെയറുകൾ സംഭാവന ചെയ്യുന്നുമുണ്ട്. 2014 കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹ് അദ്ദേഹത്തെ സമാധാനത്തിന്റെ അംബാസഡറായി തിരഞ്ഞെടുത്തിരുന്നു. 2001 ഗാനിം അൽ മുഹ്താഹിന്റെ മാതാപിതാക്കളോട് ഡോക്ടർമാർ ഇരട്ട കുട്ടികളെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ ഏറെ സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം പെട്ടെന്ന് തന്നെ ഭയത്തിലേക്ക് വഴിമാറി. കാരണം ആൺകുട്ടികളിൽ ഒരാൾ ഗുരുതരമായ വൈകല്യമുള്ളവനായി മാറുമെന്നും ആ കുഞ്ഞിന്റെ ജീവിത നിലവാരം വളരെ കുറവാണെന്നും ഡോക്ടർമാർ പറയുകയും ചെയ്തു. മാത്രമല്ല, ഗർഭഛിദ്രം നടത്താൻ ഡോക്ടർമാർ നിർബന്ധിച്ചുവെങ്കിലും അമ്മ സമ്മതിച്ചില്ല. തന്റെ 2 ആൺകുട്ടികളും ഒരുമിച്ച് വളരുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. തന്റെ അമ്മയുടെ ഇച്ഛാശക്തിയാണ് തനിക്ക് ലഭിച്ചതെന്ന് ഗാനിം പല അവസരങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. ഗുരുതര രോഗം ബാധിച്ച ഗാനിം അൽ മുഹ്താഹിന് തന്റെ ജീവിതത്തിനോടുള്ള അഭിനിവേശത്തിന് മങ്ങലേൽപ്പിക്കാൻ ആ രോഗം തടസ്സമായില്ല. പിന്നീട് സ്കൂൾ കാലഘട്ടത്തിൽ പരിഹാസക്കൂരമ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു സഹപാഠികളിൽ നിന്നും ഗാനിമിന്. മാതാവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ അവസ്ഥകളെക്കുറിച്ച് സഹപാഠികളോട് ഗാനിം തന്നെ സംസാരിച്ചു. അവരെ ബോധവൽക്കരിച്ചു. പിന്നീട് അവർ കൂട്ടാവുകയും ചെയ്തു. അങ്ങനെ ഏറെ വെല്ലുവിളികൾ നേരിട്ട് ഗാനിം മുന്നേറി. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവിധ ബ്രാൻഡുകളുടെ അംബാസഡർ, ഗുഡ്വിൽ അംബാസഡർ, സംരംഭകൻ, സമൂഹ മാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് പേർ പിന്തുടരുന്നയാൾ,
സോഷ്യൽ ഇൻഫ്ലുവൻസർ, മോട്ടിവേഷണൽ സ്പീക്കർ എന്നിങ്ങനെ ഗാനിം പ്രശസ്തിയുടെ പടവുകൾ കയറുകയാണ്. ഏറ്റവും ഒടുവിൽ ഖത്തറിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ അരങ്ങേറുമ്പോൾ ഗാനിമിന്റെ പെരുമയും വിശ്വത്തോളം ഉയർന്നു. സ്കൂബ ഡൈവിംഗ്, ഐസ് ഹോക്കി, പർവ്വതാരോഹണം എന്നിവയിൽ കൂടി മുഖ്താഫ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം തൻ്റെ അമ്മയ്ക്കുള്ള നന്ദിയാണെന്ന് അദ്ദേഹം സ്ഥിരമായി ഊന്നിപ്പറയുന്നു. പോസിറ്റീവായിരിക്കാൻ അമ്മ എന്നെ പഠിപ്പിച്ചുവെന്നും ജീവിതം മനോഹരമാണെന്നും അസാധ്യമായി ഒന്നുമില്ലെന്നും തൻ്റെ അമ്മ തനിക്ക് കാണിച്ചു തന്നുവെന്നും ഗാനിം പറയുന്നു. ടെഡെക്സ് ഖത്തർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വേദികളിൽ ഉൾപ്പെടെ പൊതുജനങ്ങളുമായി തൻ്റെ അറിവും പ്രചോദനവും പങ്കുവയ്ക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. ലോകകപ്പിനായി രണ്ടാമതും നിർമ്മാണം പൂർത്തിയാക്കിയ അൽ ജനൂബ് സ്റ്റേഡിയം ഉദ്ഘാടന ചടങ്ങിലും ഗാനിം അൽ മുഖ്താവ് പ്രധാന അതിഥിയായി എത്തിയിരുന്നു. അതിമോഹമുള്ള ഒരു കായിക താരം എന്നതിലുപരി അൽ മുഖ്താഹ് ഒരു വിജയകരമായ സംരംഭകനായും കാണപ്പെടുന്നു. 6 ലൊക്കേഷനുകളും 60 ജീവനക്കാരുമുള്ള ഗാരിസ ഐസ്ക്രീം എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. അതിനെ ഒരു ആഗോള ഫ്രാഞ്ചൈസിയാക്കി മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വിഖ്യാത ഹോളിവുഡ് താരം മോർഗാൻ ഫ്രീമനൊപ്പം വിശ്വമാനവികതയുടെയും ഏക സാഹോദര്യത്തിന്റെയും ഭാഷണം പങ്കിടാൻ, അതും ലോകകപ്പ് പോലൊരു വേദിയിൽ മുഫ്താഹിന് അവസരം നൽകുന്നതിലൂടെ ഖത്തർ ലോകകപ്പ് ഏറെ ഹൃദ്യവും വ്യത്യസ്തവും ശ്രേഷ്ഠവുമായി മാറുകയും ചെയ്തു. ഭിന്നശേഷിക്കാരനായിരിക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലവസരമോ മതിയായ ചികിത്സയോ വിദ്യാഭ്യാസമോ ലഭിക്കാത്ത നിരവധി ഭിന്നശേഷിക്കാർ ഉണ്ടെന്നും അതെല്ലാം ഓവർകം ചെയ്ത് അവർക്ക് മുന്നേറാൻ കഴിയുമെന്നും ആ അവസ്ഥകൾക്കിടയിലും തങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് അവർക്കെല്ലാം തന്നെ വിജയിക്കാനാകുമെന്നും ഗാനിം അൽ മുഖ്താഫ് ലോകത്തിന് കാണിച്ചു തരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി കൂടിയായിരുന്നു ഖത്തറിന്റെ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ്. ഈ ചടങ്ങിന് മാറ്റുകൂട്ടിയ 2 പേരാണ് ഹോളിവുഡ് ഇതിഹാസ താരം മോർഗാൻ ഫ്രീമാനും ഫിഫ ഗുഡ്വിൽ അംബാസഡർ ഗാനിം അൽ മുഖ്താഹും. അത്രത്തോളം ജനകോടികളെ കയ്യിലെടുത്തു ഇവർ 2 പേരും. മോർഗാൻ ഫ്രീമാൻ എന്ന ഇതിഹാസ താരം ജനകോടികൾക്ക് പരിചിതനാണെങ്കിലും ചെറിയ മനുഷ്യനായ ഗാനിം അൽ മുഖ്താഹ് സാധാരണക്കാർക്ക് പരിചിതനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലേ ആരാണ് ഗാനിം അൽ മുഖ്താഹ് എന്ന്. ഉദ്ഘാടന വേദിയിലെ ഹൃദയസ്പർശിയായ ഒരു സംഭാഷണം കൂടിയുണ്ട്. അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. മോർഗാൻ ഫ്രീമാൻ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. സ്റ്റേജിലുണ്ടായിരുന്ന ഗാനിം അൽ മുഖ്താഫ് ഹൃദ്യമായി മോർഗാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അവർ പരസ്പരം നടന്നെടുക്കുന്നു. ഗാനിമിന്റെ അടുത്തെത്തിയ മോർഗാൻ ഫ്രീമാൻ പതിയെ നിലത്തിരുന്നു. 6 അടി 2 ഇഞ്ച് ഉയരമുള്ള മോർഗാൻ ഫ്രീമാനും എഴുന്നേറ്റ് നിൽക്കുന്ന ഗാനിം അൽ മുഖ്താഫിനും അപ്പോൾ ഒരേ ഉയരമായിരുന്നു. മോർഗാൻ ഫ്രീമാൻ ഗാനിമിനോട് ചോദിച്ചു, ഒരു വഴി മാത്രം അംഗീകരിച്ചാൽ എങ്ങനെയാണ് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഒന്നിക്കുന്നതെന്ന്. ഗാനിം അൽ മുഖ്താഹ് മറുപടിയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. ലോകത്തിന്റെ സൗന്ദര്യം വൈവിധ്യങ്ങളാണെന്നും ആ വൈവിധ്യങ്ങളെ പരസ്പരം ബഹുമാനിക്കലാണ് മാനവികതയെന്നും പറഞ്ഞു വെക്കുന്ന ഒരു വേദി ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. എന്തായാലും തങ്ങളുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും ചട്ടങ്ങളുടെയും രീതിയിൽ അണുവിട പോലും വ്യതിചലിക്കാതെ തങ്ങളുടെ ഉറച്ച നിലപാടുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഖത്തർ എന്ന കൊച്ചു രാജ്യം നടത്തിയ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്നും കായിക പ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കും. അതിനോടൊപ്പം തന്നെ ഖത്തർ ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തിയ ഗാനിം അൽ മുഖ്താഹും നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ഉണ്ടാവുമല്ലേ. ഭാവിയിൽ ഖത്തറിലെ പ്രധാനമന്ത്രി ആകണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കാൻ നമുക്കും സർവേശ്വരനോടൊപ്പം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.